ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഐ കുക്ക്ഡ് ഇൻ എ ഡേ എന്നാണ്. എന്തൊക്കെയാണ് രാവിലെ മുതൽ ഞാൻ ഉണ്ടാക്കിയത്, ഓർഡറിനും അല്ലാത്തതും ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വീട്ടിലേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. വീട്ടിലേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉങ്കാനി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇറ്റ്സ് എൻ ആന്ധ്ര ഡിഷ്. ബേസിക്കലി ഞാനിതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ പണ്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു പൊരിയിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. പൊരിയെ നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ കഴുകുക. അതിനെ കുതിർത്തിടുകയൊന്നും വേണ്ട, വെറുതെ കഴുകിയിട്ട് അവിടെ ഒരു 5 മിനിറ്റ് വെക്കുക. ഇനി നമ്മൾ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. കടുകും പെരിഞ്ജീരകം, അതിനുശേഷം അതിലേക്ക് കടലപ്പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് നല്ല രസമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ കെനിയയിൽ നിന്നാണ് ഇത് പഠിച്ചത്. ഒരു ആന്ധ്ര ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവരാണ് ഉണ്ടാക്കാറുള്ളത് എപ്പോഴും. അങ്ങനെയാണ് പഠിച്ചത്. ഇതിൻ്റെ കൂടെ ഒരു ബജ്ജിയും കൂടിയിട്ട് അവർ തരും. ബജ്ജി, അതായത് നമ്മുടെ ഉള്ളി ബജ്ജി ഇല്ലേ, അതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇട്ടതെന്ന് വെച്ചാൽ സവാള ഇട്ടു, മഞ്ഞൾപ്പൊടി, അതേമാതിരി തന്നെ മുളക് പൊടി, അതേമാതിരി പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ഇടും. ഈ തക്കാളി എന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്നും കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് അവർ എപ്പോഴും പറയുക, ഉങ്കാനിയിൽ തക്കാളി ഒരു പുളിപ്പ് ഒന്ന് അതുപോലെ ഉണ്ടാവണം, അപ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതാ തക്കാളി അതുപോലെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുത്താൽ തക്കാളി അധികം ഒന്നും ഇതാവണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കുരു ഇല്ലാണ്ട് തക്കാളി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും, അത് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അടച്ചൊന്നും വെക്കേണ്ട, നല്ലൊരു ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ ഈ ഒന്ന് കഴുകി വെച്ചിട്ടുള്ള പൊരിയില്ലേ, അത് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതിനെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ അവിലുപ്മാവ് ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സ്, പക്ഷേ ഒരിത്തിരി വ്യത്യാസമായിട്ടുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പണ്ടിട്ടിട്ടുണ്ട് ഞാൻ, ഇതിൻ്റെ കൂടെ ബജ്ജിയും ചേർത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് ഏകദേശം ഒരു 6-7 ഏകദേശം ഒരു 4-5 കൊല്ലം ഈ ഇട്ടിട്ട് ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഇട്ടതാണ്. നന്നായിട്ട് ഇതൊന്ന് ആക്കി കൊടുക്കുക. നന്നായിട്ട് ആക്കിയിട്ട് അതൊന്ന് ചൂടാവുമല്ലോ, ആ ചൂടാവണ സമയത്ത് നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഉങ്കാനി എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മുടെ അവിടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ബിക്കോസ് ഇത് എളുപ്പമാവും. ഒരു പാക്കറ്റ് പൊരി ഉണ്ടെങ്കിൽ 4-5 പേര് സുഖമായിട്ട് കഴിക്കാം. ഇങ്ങനെ ഉതിരായിട്ടുള്ള രീതിയിൽ നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ റെഡിയാക്കിയത്. അപ്പോൾ ഉങ്കാനി റെഡി, എല്ലാവരും കഴിച്ചു. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചക്കലത്തെ ലഞ്ചാണ്. ഉച്ചക്കലത്തെ ലഞ്ചും നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ എനിക്ക് രാത്രിക്കാണ് ഓർഡർ ഉള്ളത്. ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ ബാച്ചിലർ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ബാച്ചിലർ ചിക്കൻ കറി എന്ന് നോക്കണമെങ്കിൽ എല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിൽ വെക്കാൻ പോകണം. ചെറിയ ഉള്ളി, അതേമാതിരി തന്നെ ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ചിക്കൻ, എന്താണ് പറയുക, ചെറിയ ഉള്ളി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബാച്ചിലേഴ്സ്, അതേമാതിരി സ്റ്റുഡൻസ്, നിങ്ങളൊക്കെ ഒറ്റയ്ക്കും തന്നെയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ചിക്കനായി, ഉരുളക്കിഴങ്ങായി, തക്കാളിയായി, ചെറിയ ഉള്ളിയായി, അതേമാതിരി ഇനിയിപ്പോൾ ചെറിയ ഉള്ളിയൊന്നും തൊലിക്കാൻ വയ്യെങ്കിലും കുഴപ്പമൊന്നുമില്ല, വലിയ ഉള്ളി ഇട്ടിട്ട് അങ്ങോട്ട് പറ്റിക്കോളൂ. ചിക്കൻ മസാല അതേമാതിരി എല്ലാം കൂടി ഇട്ടിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് അതൊക്കെ കൂടി കുക്കറിലാക്കുക. എന്നിട്ട് ആ വെള്ളമില്ലേ, മറ്റേ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത ഇതിനെ ചീഞ്ചട്ടിയിൽ നിന്ന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു 4 വിസിൽ അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, 4 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ അങ്ങോട്ട് കൊടുത്തോളൂ. ഇനി നമുക്കൊരു സംഭവം അരയ്ക്കണം. അതിനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തേങ്ങയും പെരിഞ്ജീരകവും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മഷിയായിട്ട് അരച്ചു വയ്ക്കുക. ഇനി 4 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ തുറക്കുന്നു. കുക്കർ തുറക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഞാനൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ അരച്ച് വെച്ചതും റെഡി ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊന്ന് വിസ്താരമായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ഞാൻ എന്താണ് പറയുക, വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മസാലയോട് കൂടിയിട്ടുള്ള ചിക്കനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ,
വെറും വറ്റൽമുളക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും അതിലേക്ക് കടുകോ കിട്ടുകയോ ഒന്നും ഇട്ട് കൊടുക്കണ്ട. വെറും വറ്റൽമുളക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളത്തോട് കൂടിയിട്ടുള്ള ചിക്കനും എല്ലാം വെന്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങും ഒക്കെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ചിക്കൻ ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അതേമാതിരി തന്നെ നമ്മുടെ ഇതിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. ഓക്കെ, ഒരു കുഴമ്പ് പോലെ, അതായത് തമിഴ്നാട് സ്റ്റൈലിലൊക്കെ കുഴമ്പ് ഉണ്ടാവില്ലേ, അതുപോലെ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും പെരുംജീരകവും കൂടിയിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആ തേങ്ങയും പെരുംജീരകത്തിൻ്റെയൊക്കെ മണം ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് നിങ്ങൾ നല്ലപോലെ ഒന്ന് അങ്ങോട്ട് ഇതാക്കി വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ചിക്കൻ മസാല, ബേസിക്കലി ഏത് ചിക്കൻ മസാല വേണമെങ്കിലും എടുക്കാം. ഞാൻ നേരത്തെ ഇട്ടിരിക്കുന്നത് ചിക്കൻ മസാല തന്നെ. അതേ ചിക്കൻ മസാലയിൽ ഒരു 2 സ്പൂണും കൂടി ഇട്ടിട്ട് ഞാൻ കുക്കറിനെ വെള്ളത്തിൽ ഒലുമ്പാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ കുക്കറിൽ പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുക്കറിൽ തന്നെ ഇട്ടത്. നിങ്ങളും ഇതേപോലെ തന്നെ ഇട്ടാൽ മതി. എന്നുവെച്ചാൽ നമ്മൾ നേരിട്ട് തിളയ്ക്കണ കൂട്ടാനിലേക്ക് ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ടിയായിട്ടുള്ള രീതിയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വേറൊരു പാത്രത്തിൽ മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കുഴമ്പ് പോലെ ആക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു കുഴമ്പിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് അതിലേക്ക് മിക്സ് ആവാൻ പെട്ടെന്ന് പറ്റും. അതല്ലാത്ത പക്ഷം എന്താവുമെന്ന് വെച്ചാൽ, ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഒരു അവിടെ മസാല ഇങ്ങനെ പോയിട്ട് പിടിച്ച് നിൽക്കും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമ്മളാക്കിയിട്ടുണ്ട്. ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചിക്കൻ കറിയിലേക്ക് നല്ല പോലെ ഒന്നും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ചിക്കൻ മസാലയുടെ മണം ഉണ്ടല്ലോ, സൂപ്പറായിട്ട് വരും. ഈ തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആ ചിക്കൻ മസാലയുടെ മണം നന്നായിട്ട് വരും. അപ്പോൾ തേങ്ങയും പെരുംജീരകവും ചിക്കൻ മസാലയും എല്ലാം കൂടിയിട്ട് നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മളൊരു മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ടിട്ടുള്ള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടിയിട്ട് കൈ നിറയെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് അടച്ചു വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ വേറെ ഒരു ഇതും ചെയ്യുന്നില്ല. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ്. നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാനിത് ഉച്ചക്കേൽക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഇതും വെറും ചോറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പപ്പടവും കാച്ചി തോന്നുന്നു. അപ്പോൾ ആ പപ്പടവും കൂടിയിട്ട് കാച്ചി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം മതിയാവും. ആ ഒരു കുറുകിയിട്ടുള്ള ആ ഒരു ചാറും എല്ലാം കൂടിയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഏറ്റവും വലിയൊരു വീക്ക് പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ, എനിക്കിതിലത്തെ ചിക്കനൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഈ വെള്ളം കൂട്ടിയിട്ട് ദോശ കഴിക്കാൻ, അതേമാതിരി തന്നെ അതിൻ്റെ ഉരുളക്കിഴങ്ങ് കഴിക്കാനൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഒന്നും കൂടി കുറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ച് നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറുകി. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ ബാച്ചുലർ ചിക്കൻ കറി ഉണ്ടാവുക. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിയും കഴിഞ്ഞു. വൈകുന്നേരം ചായയ്ക്ക് ഞങ്ങൾ എന്താ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, മണ്ടാസി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കെനിയ ഒരു സ്നാക്കാണ്. അത് ഞാനല്ല ഉണ്ടാക്കിയത്, സൂസനാണ് ഉണ്ടാക്കിയത്. സൂസൻ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചായയ്ക്ക് അത് കുടിച്ച് തീർത്തു. പിന്നെ രാത്രി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ രാത്രിത്തെ ഓർഡർ എന്തായിരുന്നു എന്ന് വെച്ചാൽ, എനിക്ക് കൊത്തു പൊറോട്ടയുടെ ഓർഡറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പൊറോട്ടകളൊക്കെ ഉണ്ടാക്കി വെച്ചു. വെജിറ്റബിൾ കൊത്തു പൊറോട്ട ആൻഡ് ചിക്കൻ കൊത്തു പൊറോട്ട, ഇതിൻ്റെ ഓർഡറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വെജിറ്റബിൾ കൊത്തു പൊറോട്ടയുടെ സാലനയൊക്കെ ഉണ്ടാക്കി നമ്മൾ പൊറോട്ടയൊക്കെ നമ്മൾ കൊത്തി വെച്ചിട്ടുണ്ട്, അതായത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സാലനയിലേക്ക് ഈ കൊത്തിനെ ഇടുക. നിങ്ങൾ വേണമെങ്കിൽ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞു തരാട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, വെജിറ്റബിൾ കൊത്തു പൊറോട്ട വേണോ അതോ ചിക്കൻ കൊത്തു പൊറോട്ട വേണോ എന്നുള്ളതിൻ്റെ റെസിപ്പി നിങ്ങൾ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്യൂ. ഞാൻ എന്തായാലും അത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വിനീസ് കിച്ചണിൽ ഇത് ഓർഡർ ചെയ്യാൻ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ റായ്ത്തയാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. ഇത് ഇങ്ങനെയാണ് നമ്മൾക്ക് തമിഴ്നാട്ടിലും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതും അതേപോലെ തന്നെയാണ് സെർവ് ചെയ്യാറുള്ളത്.
ഈസിലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വയറ് നിറയും. നമ്മൾ അത്രയും എന്താണ് പറയുക, ഈ പൊറോട്ടയൊക്കെ നമ്മൾ വിചാരിക്കണം ചെറിയ 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 പീസല്ലേ എങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ളത്. നോ നല്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വയറ് നിറയും. അടുത്തത് നമുക്ക് വെജിറ്റേറിയൻ കൊത്തു പൊറോട്ട ഒരു 3 സെറ്റ് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. നേരെ മറിച്ച് ചിക്കൻ കൊത്തു പൊറോട്ട നല്ലോണം ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ സാലനിയും നമ്മൾ ഉണ്ടാക്കണമല്ലോ. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ പീസായിട്ട് ഇടില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ഷ്രെഡ് ചെയ്തിട്ടേ ഇടാറുള്ളൂ. അപ്പോൾ ഷ്രെഡ് ചെയ്ത് ഇടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പൊറോട്ടയിലത്തെ ഓരോ കൊത്തിലും നിങ്ങൾക്കത് പിടിച്ചു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ സാലന കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് പൊറോട്ടയും അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊത്തി അതിനെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ യെസ്, നല്ല പണിയുള്ള സംഭവം തന്നെയാണ്. നമ്മുടെ കയ്യിനൊക്കെ നല്ല വർക്കൗട്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നല്ലൊരു രുചിയാണ്, ഹോംലി സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. ആർക്കും തന്നെ നമ്മളൊക്കെ ഇത് പുറത്തുനിന്നൊക്കെ അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ അങ്ങനെ ഭുമ്മെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്യാസ് കയറിയ പോലെ ഉണ്ടാവും. നേരെ മറിച്ച് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അഡൾട്രേഷൻസ് നമ്മളൊന്നും തന്നെ അൺനെസസറി ആയിട്ട് ചേർക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നല്ല ഒരു ഫ്ലേവറായിട്ടുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊത്തു പൊറോട്ടയും നമ്മൾ കൊത്തി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ചൊന്ന് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്തിട്ട് അതിനെ ഞാൻ സെർവ് ചെയ്യാൻ പോവുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ വിനീസ് കിച്ചണിൽ ഡിന്നർ മെനു എന്ന് പറഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മണിക്ക് 4 to 4:30 നമ്മൾ സെർവ് ചെയ്യും. ഇവിടെയുള്ളവരൊക്കെ പെട്ടെന്ന് നേരത്തെ കഴിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കൂട്ടിയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതും കൂടിയിട്ട് ഞാൻ രാത്രിക്കുള്ള സംഭവങ്ങളും ആക്കി വെച്ചു. എന്താ വെച്ചാൽ എനിക്കിത് കഴിഞ്ഞതിന് ശേഷം മനുവിൻ്റെ പെട്ടിയിൽ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യണമായിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഓരോ പെട്ടികളായിട്ട് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പെട്ടി നമ്മൾ എന്താ പാക്ക് ചെയ്തതെന്ന് വെച്ചാൽ അവന് അവിടെ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെഡി ടു ഈറ്റ് പ്രോഡക്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ MTRൻ്റെ റെഡി ടു ഈറ്റ് പ്രോഡക്ട്സിൽ പലതും വരുന്നുണ്ട്. പനീർ ബട്ടർ മസാല, പാലക് പനീർ, രാജ്മ മസാല, ചോലെ, ആലു മട്ടർ, ആലു മേഥി എന്ന് പറഞ്ഞില്ലേ, ഇത് ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ അവനിത് ജസ്റ്റ് എടുക്കുക, ഇതിനെ തുറക്കുക, അവനൊന്ന് മൈക്രോ ഓവനിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് മാത്രം ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ടോട്ടിയാസ് വല്ലതും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും ഉണ്ടാക്കാം. അതേമാതിരി തന്നെ ഓർഗാനിക് റൈസ് ദോശ മിക്സ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഹംഗറി ഉണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ ഞാനൊരു 4 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അവന് ഇതിലവർ പറഞ്ഞിരിക്കണത് 15 മിനിറ്റ് കൊണ്ട് ദോശ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഫെർമെൻറ്റേഷനൊന്നും വേണ്ടാന്നാണ് പറഞ്ഞിരിക്കണത്. വെറുതെ പൊടി എടുത്തിട്ട് വെള്ളം ഒഴിക്കുക, അതിലേക്ക് നല്ലപോലെ 15 മിനിറ്റ് കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരിക്കണത്. ഞാൻ അവിടെ പോയി ഒന്ന് നോക്കട്ടെ എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കട്ടെ. പിന്നെ ഞാൻ 2 പാക്കറ്റ് വലിയ പാക്കറ്റ് അവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു നേരം വേണമെങ്കിൽ പാലും പഞ്ചസാരയും ഇല്ലെങ്കിൽ ശർക്കര ഇട്ടിട്ട് അവന് കഴിക്കാമല്ലോ. പിന്നെ ഇതിലേക്ക് ഇതൊക്കെ വന്നിട്ട് കപ്പ് നൂഡിൽസ്, ഇറ്റാലിയൻ ഫ്ലേവർ കപ്പ് നൂഡിൽസ്, അതേമാതിരി തന്നെ എന്താണ് പറയുക അവിലുപ്മാവ്, അതേമാതിരി ദാൽ മഖ്നി എന്ന് പറയില്ല, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ അടുത്ത ഒരു പെട്ടിയുടെ ഇപ്പുറത്തേക്ക് വെക്കണത്. അതായത് മാക്സിമം അവനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ തറയുണ്ടാവും കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കാനൊന്നും അവന് പറ്റില്ല. ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും ഞാൻ എന്തായാലും ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഞാൻ ആക്കിയിട്ടേ വരുള്ളൂ. എന്നാൽ കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ വിട്ടിട്ട് വരുന്ന സമയത്ത് ഇനി അടുത്തത് നമ്മൾ പോണവരിക്കും നമുക്ക് അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അവിടെ പോയി വീടൊക്കെ എടുത്തു കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ഒതുക്കണ്ടേ. എനിക്കാണെങ്കിൽ ഇത് ഒതുക്കിയിട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ ഉണ്ട് സമയമായി 5:45 6 മണിയായിരിക്കണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. അപ്പോൾ ഇവിടെ ഇതോടുകൂടിയിട്ട് ഞാൻ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു മനു പിന്നെ ഞാൻ ഇനി വേറെ അടുത്ത ദിവസം നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞ് ഇന്നത്തെ ദിവസത്തേക്ക് അത്രമാത്രം ചെയ്തിട്ട് അങ്ങോട്ട് ഓടി ജോലിക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ.